നമസ്കാരം. ഒരു വർഷത്തിൽ പല വിധത്തിലും ശുഭകരമായ ദിവസങ്ങൾ കടന്ന് വരുന്നതാണ് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ദിവസം. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുവാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് അക്ഷയ തൃതീയ. ഇന്നേ ദിവസം നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ, ശുഭകരമായി ചെയ്യുന്നുവോ, ആ കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ കാലാകാലം നിലനിൽക്കും എന്നാണ് പറയുക. അതിനാൽ സ്വർണം, വെള്ളി തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ഉത്തമമായ സമയമാണ്. ശുഭകാര്യങ്ങൾ ആരംഭിക്കുവാൻ, തുടക്കം കുറിക്കുവാൻ അനുകൂലമായ സമയമാകുന്നു. ഇന്നേ ദിവസം മുഹൂർത്തം നോക്കേണ്ടതില്ല എന്നതും മറ്റൊരു പ്രത്യേകതയായി തന്നെ പരാമർശിക്കാം. എന്നാൽ പരാമർശിക്കാൻ പോകുന്നത് മറ്റു ചില കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്നേ ദിവസം കാണുന്ന ശുഭലക്ഷണങ്ങളെക്കുറിച്ച്. സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്ന ശുഭലക്ഷണങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ ലക്ഷണങ്ങൾ എല്ലാം പ്രകടമായില്ല എങ്കിലും ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും പ്രകടമാവുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന സമ്പൽ സമൃദ്ധിയെയും ഐശ്വര്യത്തെയുമാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യവും ഓർക്കുക. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രമിക്കുക. ശുഭലക്ഷണങ്ങളിൽ ആദ്യത്തേതായ ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ചില നേട്ടങ്ങൾ, ധനപരമായ ഉയർച്ച ഇന്നേ ദിവസം വന്നു ചേർന്നു എന്ന് വരാം. നിങ്ങൾ പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ ധനപരമായ നേട്ടങ്ങൾ, സമ്പൽ സമൃദ്ധി വന്നു ചേർന്നു എങ്കിൽ അത് മഹാലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തെ, അനുഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും മഞ്ഞ, ചുവന്ന വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുന്നു. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങൾ ഈ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഇന്നേ ദിവസം വാങ്ങുകയും അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ അറിയുന്നത് എങ്കിൽ അതും ശുഭകരമാണ്. അല്ലെങ്കിൽ മുൻപേ വാങ്ങാനായി ഉദ്ദേശിച്ചതിന് ശേഷം ഇത് കേൾക്കുകയാണ് എങ്കിലും ശുഭകരമായി തന്നെ കണക്കാക്കുവാൻ സാധിക്കും. ആരെയും അത്ഭുതപ്പെടുത്തുന്ന ചില വാർത്തകൾ, ശുഭകരമായ വാർത്തകൾ, സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങൾ പോലും ആ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു വാർത്ത പ്രതീക്ഷിക്കുന്നുണ്ടാകില്ല എന്നതാണ് വാസ്തവം. എന്നാൽ നിങ്ങൾക്ക് അത്തരം വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. മനസ്സിന് വളരെയധികം സന്തോഷവും ശാന്തിയും അനുഭവിക്കുവാൻ സാധിക്കും. ഇന്നേ ദിവസം നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി മധുരം ലഭിക്കുന്നതായ സാഹചര്യം, അത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ ക്ഷേത്രത്തിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും മധുരം ലഭിക്കുന്നു എങ്കിൽ അത് വന്നു ചേരാൻ പോകുന്ന ഉയർച്ചയെയും സൗഭാഗ്യങ്ങളെയും നല്ല നാളുകളെയും സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. മധുരമായ ദിവസങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആഹാരത്തിന് പ്രത്യേകമായ രുചി ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രത്യേകമായ രുചി നിങ്ങൾക്ക് പ്രകടമാകുന്നു എന്നതാണ് വാസ്തവം. ഇന്നേ ദിവസം നിങ്ങൾ ഏതൊരു ആഹാരം പാചകം ചെയ്യുകയാണ് എങ്കിലും ഇത്തരത്തിൽ ഇരട്ടി രുചി അനുഭവപ്പെടുന്നതാണ്. നിങ്ങൾ പോലും അത്ഭുതപ്പെട്ടു പോകും. അല്ലെങ്കിൽ മറ്റുള്ളവർ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളായിരിക്കും നിങ്ങളോട് പറയുക. ഇപ്രകാരം സംഭവിക്കുന്നതും മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒന്നാകുന്നു. ഇന്നേ ദിവസം സുഗന്ധം നിങ്ങളുടെ വീടുകളിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നു. വിളക്ക് തെളിയിക്കുമ്പോഴോ അല്ലാതെയോ സുഗന്ധം നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്നു എങ്കിൽ ശുഭകരമായ സൂചനയാകുന്നു. ദീർഘനേരം വിളക്ക് തെളിഞ്ഞിരിക്കുന്നതായ സാഹചര്യം. ഇന്നേ ദിവസം കൂടുതൽ സ്വർണപ്രഭയോടെ
വിളക്ക് തെളിയുന്നതായ സാഹചര്യം. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ സൂചനയാണ്. മനസ്സിന് എന്തെന്നില്ലാതെ സന്തോഷം കടന്നു വരും. ശാന്തി മനസ്സിനുണ്ടാകും. എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും. ഇന്നേ ദിവസം തുളസിയില, നിങ്ങൾ സമർപ്പിച്ചിരിക്കുന്നതായ തുളസിയില ദീർഘനേരം വാടാതെ ഇരിക്കുന്നതാണ്. ഇപ്രകാരം സംഭവിക്കുന്നു എങ്കിൽ അതും ശുഭകരമായ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂടാതെ ഇന്നേ ദിവസം വൈകുന്നേരം അല്ലെങ്കിൽ അത് രാവിലെയാണ് എങ്കിലും വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ഉപ്പൻ, കുരുവി ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ, കുരുവികളുടെ ശബ്ദവും കേൾക്കുകയാണ് എങ്കിൽ അത് ശുഭകരമാണ്. അണ്ണാന്റെ ശബ്ദം കേൾക്കുന്നതും പല്ലിയെ ഈ സമയം കാണുന്നതും മഹാലക്ഷ്മി ദേവിയുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിനാൽ ആ വീടുകളിൽ ഏറ്റവും അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങളിലേക്ക് നയിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ വീടുകളിൽ വന്നു ചേരാം. ഇന്നേ ദിവസം തത്തയെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു സൂചന തന്നെയാകുന്നു. വന്നു ചേരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെയും ഐശ്വര്യങ്ങളെയുമാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും നിങ്ങളുടെ വീടുകളിൽ പകൽ സമയങ്ങളിൽ മൂങ്ങയെ കാണുവാൻ സാധിച്ചിരിക്കുന്നു എങ്കിൽ അത് ശുഭകരമായ സൂചനയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു, മഹാലക്ഷ്മി ദേവി പ്രവേശിച്ചിരിക്കുന്നു, സാന്നിധ്യം ഇരട്ടിപ്പിച്ചിരിക്കുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും. ഗരുഡന്റെ സാന്നിധ്യം ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ പ്രകടമാകുന്നു എങ്കിൽ, അല്ലെങ്കിൽ ഗരുഡനെ ഇന്നേ ദിവസം അഥവാ പരുന്തിനെ ഇന്നേ ദിവസം കാണുവാൻ സാധിച്ചു എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ സൂചനയാണ്. മഹാലക്ഷ്മി അഥവാ ലക്ഷ്മി നാരായണ കടാക്ഷത്തെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. അതിനാൽ തന്നെ വരും ദിവസങ്ങളിൽ അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പ്രധാനമായും കടന്ന് വരിക തന്നെ ചെയ്യും. ഇന്നേ ദിവസം അപരിചിതരായ വ്യക്തികൾ സഹായം അഭ്യർത്ഥിച്ച് നിങ്ങളുടെ അടുത്ത് വരുന്നു എങ്കിൽ അതും ശുഭ സൂചനയായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തെ, ഈശ്വരാധീനം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ സൂചനയായി തന്നെ ഇതിനെ പരാമർശിക്കുവാൻ സാധിക്കുന്നതാണ്. അതിനാൽ തീർച്ചയായും ലക്ഷ്മി കടാക്ഷത്താൽ കാര്യങ്ങൾ അനുകൂലമായി തീരാൻ പോകുന്നു എന്നും നിങ്ങൾ അനുഭവിക്കുന്നതായ പല ദുഃഖ ദുരിതങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. ഈ പരാമർശിച്ചിരിക്കുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും കാണുകയാണ് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ്. വന്നു ചേരാൻ പോകുന്ന സമ്പൽ സമൃദ്ധിയെയും ഐശ്വര്യത്തെയും നല്ല നാളുകളെയും സൂചിപ്പിക്കുന്നതാണ്. ഈ മാസം വൈഷ്ണവ ആരാധനയ്ക്ക് വളരെ പ്രാധാന്യമുള്ള മാസം കൂടിയാകുന്നു. അതിനാൽ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭാഗ്യസൂക്തവും പാൽപായസവും തുളസിമാലയും ചാർത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. നെയ്വിളക്ക്, അതും 5 തിരിയിട്ട ഭദ്രദീപം തന്നെ തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ എവരും പ്രത്യേകം ശ്രദ്ധിക്കണം.